ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. F1 മൂവി കണ്ടു. ഒരു ഒറ്റ വാചകത്തിൽ പറയുകയാണെങ്കിൽ അതൊരു തരിപ്പാണ്, ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനത്തെ മൂവീസ് ഇങ്ങനത്തെ നമുക്ക് അത് തിയേറ്ററിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീലില്ലേ, അത് ബർത്ത് ടേക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. വാവ്, എന്താ പറയാ, അതൊരു ഫീലായിരുന്നു. പടത്തിന്റെ ഒരു സെക്കൻഡ് ഹാഫും എൻഡിങ് ഒക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഫീല്. ക്രൗഡ് മൊത്തം, ഉള്ള തിയേറ്ററിൽ എല്ലാവരും ഒരുമിച്ച് ക്ലാപ്പ് ചെയ്യാന്നൊക്കെ പറയില്ലേ, വല്ലാത്തൊരു ഫീലായിരുന്നു. ഈ പടം ഡയറക്ട് ചെയ്തേക്കുന്നത് ജോസഫ്, നമ്മുടെ ടോപ്പ് ഗൺ 2 മാവറിക് ഡയറക്ട് ചെയ്ത ആളാണ് ഇതിന്റെ ഡയറക്ടർ. അതിന്റെ ഒരു ഓൾമോസ്റ്റ് അതിന്റെ ക്രൂ ഇതിൽ സെയിം ആണ്. പിന്നെ നമ്മുടെ വേൾഡ് ഫേമസ് ആൻഡ് സിമ്മർ ആണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ. ബ്രാഡ് പിറ്റ്, പിന്നെ ഈ ഫോർമുല 1 ഫെരാരി കാറൊക്കെ ഓടിച്ച് ഫോർമുല 1 കുറെ നേട്ടങ്ങൾ നേടിയിട്ടുള്ള ലൂയിസ് ഹാമിൽട്ടൺ, ബ്രാഡ് പിറ്റ്, അങ്ങനെ കുറെ ആൾക്കാരും ചേർന്നിട്ട് തന്നെയാണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതില് സെർജിയോ മാക്സ്, അങ്ങനത്തെ കുറെ വേൾഡ് ഫേമസ് ഫോർമുല 1 കാർ റേസുകാരുടെ മെൻഷനിങ്ങും അവരൊപ്പമാണ് ഈ പടത്തിലെ കഥാപാത്രങ്ങൾ റേസ് ചെയ്യണത്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എന്താ പറയാ, അത് ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില പടങ്ങൾ നമ്മൾ കണ്ട് ലൈവായിട്ട് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ. ഇപ്പൊ ടോപ്പ് ഗൺ ആണെങ്കിലും ശരി, ഇതായാലും ശരി, ഇതിന്റെ ഒരു കോമൺ ഫീൽ തോന്നിയത് ഈ രണ്ട് പടങ്ങളും നമുക്ക് പറഞ്ഞ് മറ്റുള്ളവരോട് പറയാനേക്കാട് നല്ലത് നിങ്ങൾ പോയി കാണുക, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ കാണുക, ഏറ്റവും ബെസ്റ്റ് സൗണ്ടിൽ കാണുക, എന്നിട്ട് ആസ്വദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ചില സിനിമകൾ തരുന്ന ആ ഒരു ഫീല്, ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്. ഇതില് ഡാംസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ആളാണ് ഇതിലത്തെ ഒരു മെയിൻ കഥാപാത്രമായ ജോഷുവിനെ കൈകാര്യം ചെയ്തേക്കുന്നത്. കെരി കോണ്ടനാണ് കേറ്റ് എന്ന് പറഞ്ഞ വളരെ നായിക കഥാപാത്രത്തെ ചെയ്തേക്കുന്നത്. ഇതിൽ വരുന്ന എല്ലാ ആൾക്കാരും, പിന്നെ നമ്മുടെ ജയവീർ, മറ്റേ സ്കൈഫോളിലൊക്കെ ഉള്ള വില്ലൻ, ഇവരൊക്കെയാണ് ഇതിലെ മെയിൻ സ്റ്റാർ കാസ്റ്റ്. ഇവരെല്ലാവരുടെയും ഒരു പെർഫോമൻസ്, ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ എന്താ പറയുക, ഇവരെന്ന സ്റ്റാറിനേക്കാൾ ഉപരി ഇവർ റിയൽ ആയിട്ടുള്ള ഫോർമുല 1 നമ്മളെ ഒരു ടിവിയിലോ അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് സ്റ്റേഡിയത്തിൽ ഇരുന്നിട്ട് ഫോർമുല 1 കാർ റേസിങ് അതിന്റെ എല്ലാ തരിപ്പോടും സൗണ്ടോടും ഫീലോടും കൂടി കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് വരിക. അതനുസരിച്ച് നല്ല സ്റ്റോറി, നല്ല കണക്ഷൻ, നല്ല കെമിസ്ട്രി ബിറ്റ്വീൻ, അതായത് ലീഡ് ആക്ടേഴ്സ്, നായികയാണെങ്കിലും ശരി, അവരുടെ കാർ ക്രൂ ആയാലും ശരി, അതിൽ ചെറിയ ഈ പിറ്റ് സ്റ്റോപ്പ്, ഇത് ഫോർമുല 1 കാണുന്നവർക്ക് അറിയാം, പിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. ആ പിറ്റ് സ്റ്റോപ്പിൽ വരെ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന നിമിഷങ്ങളുണ്ട്. പിന്നെ ഇതിൽ പടത്തില് ഇതിലത്തെ നായകൻ പറയുന്ന ഒരു സംഭവമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഡ്രൈവിങ്. അതിന്റെ ഒരു മൊമെന്റില് ഐ ഫീൽ ലൈക്ക് ഫ്ലൈയിങ് എന്ന് പറയും. ഇത് സെയിം സംഭവം ഏതൊരു സ്പോർട്സ് ആയാലും ശരി, ഏതൊരു സിനിമ, സ്പോർട്സ്, മ്യൂസിക്, ഇതൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ ഒരു പീക്ക് എക്സ്പീരിയൻസ് ആണ്. ചില എക്സ്പീരിയൻസ് കിട്ടുന്ന നിമിഷം എന്ന് പറയുന്നത് ഫീൽസ് ലൈക്ക് ഫ്ലൈയിങ് ആണ്. അത് എനിക്ക് എപ്പോഴും കിട്ടാറുള്ളത് സിനിമ കാണുമ്പോഴാണ്. അത് ഇതിൽ ഇങ്ങനത്തെ ചില സിനിമകളുണ്ട്. ഇതുപോലത്തെ ചില സിനിമകൾ ലൈവായിട്ട്, അതുപോലത്തെ ലൈവിൽ ക്രൗഡിനൊപ്പം കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പിന്നെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ എൻഡിങ് എനിക്ക് വളരെ റയർ, എല്ലായ്പ്പോഴും കിട്ടില്ല. ക്രൗഡ് മൊത്തം ഒരുമിച്ച് ആ എൻഡിങ്ങിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതീതി നമുക്ക് തിയേറ്ററിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുകയാണ്. അപ്പൊ ആ എൻഡ് ലൈൻ, ഫിനിഷിംഗ് ലൈൻ നായകനും ടീമും ക്രോസ് ചെയ്യുമ്പോൾ ഒരുമിച്ച്, അതിൽ എല്ലാവരും ഒരുമിച്ചാണ് ആ ക്ലാപ്പ് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ പടങ്ങള് നമ്മൾ മിസ്സാക്കരുത്. നിങ്ങൾ അടുത്തുള്ള തിയേറ്ററിൽ പോയി കാണണം, അത് എക്സ്പീരിയൻസ് ചെയ്യണം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനതിന് ഫുൾ മാർക്ക് കൊടുക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. കമന്റ്, സബ്സ്ക്രൈബ്. ഓക്കെ.